കംബോഡിയയിൽ സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ പിടിയിൽപ്പെട്ട് കുടുങ്ങിക്കിടന്ന തിരുവനന്തപുരം സ്വദേശികൾ മടങ്ങിയെത്തി. ആനാവൂർ തേരനി സ്വദേശി വിനോരാജ് ജപമണിയും വർക്കല സ്വദേശി നിഷാദ് നിസാമുദ്ദീനുമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തിയത്. തിരുവനന്തപുരം സ്വദേശികൾ കംബോഡിയയിൽ കുടുങ്ങിക്കിടക്കുന്ന വിവരം റിപ്പോർട്ടർ വാർത്തയാക്കിയിരുന്നു. ഫസ്റ്റ് അവർ ഞങ്ങളടുത്ത് പറഞ്ഞത് പ്രൊമോഷൻ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ജോബ് പ്രൊമോഷനാണ്, അതായത് അവർ കുറച്ച് പ്രോഡക്റ്റ്സ് കാര്യങ്ങളൊക്കെ തരും, അത് പ്രൊമോട്ട് ചെയ്യുക, അതായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതല്ല, സ്കാമിങ് ആണ്. ഒരു സെക്കൻഡ് സ്റ്റെപ്പ് പോയിട്ട് ചെയ്യുന്നത് ടോട്ടലി സ്കാമാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നപ്പോഴേക്കും ഞങ്ങൾ എന്ത് ചെയ്തു, ജോബ് റിസൈൻ ചെയ്തായിരുന്നു. സെപ്റ്റംബർ 4-നാണ് ദുബൈയിൽ നിന്നും കംബോഡിയയിൽ വിനോരാജും നിഷാദും എത്തിയത്. മാർക്കറ്റിംഗ് ജോലി വാഗ്ദാനം ചെയ്താണ് ഇരുവരെയും കംബോഡിയയിൽ എത്തിച്ചത്. പ്രതിമാസം $1500 നൽകുമെന്നായിരുന്നു സംഘം വിനോരാജിനോട് പറഞ്ഞിരുന്നത്. കംബോഡിയയിലെത്തി 4 ദിവസം മാർക്കറ്റിംഗ് ജോലി ചെയ്തെങ്കിലും പിന്നാലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തട്ടിപ്പ് സംഘം നിർബന്ധിക്കുകയായിരുന്നു. സെപ്റ്റംബർ 31-ന് നാട്ടിൽ വരാനുള്ള നീക്കങ്ങൾ നടത്തിയെങ്കിലും തട്ടിപ്പ് സംഘം 1.5 ലക്ഷം രൂപ മോചനത്തിന് ആവശ്യപ്പെട്ടിരുന്നു. ഈ തുക കൈമാറിയിട്ടും 45 ദിവസത്തോളം കംബോഡിയ വിയറ്റ്നാം ബോർഡറിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഇരുവരും. അതേസമയം കുടുങ്ങിക്കിടക്കുന്ന വിവരം ഇന്ത്യൻ എംബസിയെ അറിയിച്ചിട്ടും കാര്യക്ഷമമായി ഇടപെട്ടില്ലെന്ന് വിനോരാജ് പറയുന്നു. എംബസിയുടെ ഭാഗത്തു നിന്നും മോശം പെരുമാറ്റമാണ് ഉണ്ടായത്. കൂടെയുണ്ടായിരുന്ന പാകിസ്ഥാനികൾ അവരുടെ എംബസിയിൽ അറിയിച്ചപ്പോൾ 8 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാൻ എംബസി ഇടപെടുകയും അവരെ തിരികെ നാട്ടിലെത്തിക്കുകയും ചെയ്തു. തൊഴിൽ തേടി കംബോഡിയയിലെത്തിയ തങ്ങൾക്ക് 5 ലക്ഷത്തോളം രൂപ നഷ്ടമായെന്നും വിനോരാജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.